സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല മാനവമൈത്രിയുടെ സന്ദേശം പകരുന്ന മഹാക്ഷേത്രം. ശ്രീ പരമേശ്വരൻ്റെയും മോഹിനി രൂപം പൂണ്ട മഹാവിഷ്ണുവിൻ്റെയും സംയോഗത്താൽ പിറവിയെടുത്ത ഹരിഹരപുത്രൻ സാക്ഷാൽ ശ്രീ അയ്യപ്പസ്വാമിയുടെ പുണ്യഭൂമി. തത്വമസി ഭാരതം ലോകത്തിനു മുന്നിൽ വെച്ച മഹാവാക്യം. തത്വമസി എന്ന പദത്തിൻ്റെ പൊരുൾ അത് നീയാകുന്നു. നീ ആരെ തേടിയാണോ ഇവിടെ വന്നിരിക്കുന്നത് അത് നീ തന്നെയാകുന്നു. നീ തന്നെയാകുന്നു ഈശ്വരനും. മനുഷ്യനും ദൈവവും ഒന്നാണ് ശബരിമലയിൽ. അയ്യപ്പസ്വാമിയുടെ പ്രധാന വഴിപാട് നെയ്യഭിഷേകമാണ്. പൊന്നു 18-ാം പടിക്ക് താഴെയായി ഭക്തർ അർപ്പിക്കുന്ന നെയ്ത്തേങ്ങകളാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആഴിയും അതിനു സമീപം ആഴിയുടെ അതികഠിനമായ ചൂടിനെ പോലും ഒരു കുളിർക്കാറ്റുപോലെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മ വിഷ്ണു മഹേശ്വര സങ്കല്പമായ ആൽവൃക്ഷവും ഇവിടുത്തെ ഒരു അത്ഭുതം തന്നെയാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്നും തൻ്റെ വളർത്തച്ഛൻ മകനായ മണികണ്ഠസ്വാമിക്ക് ചാർത്തുവാനുള്ള തിരുവാഭരണവുമായി പോകുന്നതിന് മുന്നോടിയായി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കൃഷ്ണപ്പരുന്തും, അതുപോലെ ദുർഘടമായ കാനനപാതയിലൂടെ ചെങ്കുത്തായ കയറ്റവും ഇറക്കവും ഒക്കെ കഴിഞ്ഞ് കാൽനടയായി തിരുവാഭരണപ്പെട്ടിയും തലയിലേന്തി വളരെ അനായാസം പന്തളത്തു നിന്നും ശബരിമലയിലെത്തുക, ഇതൊക്കെ കലിയുഗവരദനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം അല്ലാതെ മറ്റെന്താണ്? മകരവിളക്ക് ദിവസം തിരുവാഭരണം ചാർത്തി ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന മകരനക്ഷത്രം സാക്ഷാൽ ശ്രീ പരമേശ്വരൻ സർവാഭരണ വിഭൂഷിതനായ തൻ്റെ മകനെ തൃക്കണ്ണു തുറന്നു നോക്കുന്നത് തന്നെയാണ്. ഒപ്പം ഗരുഡവാഹനത്തിലേറി അമ്മയായ മഹാവിഷ്ണുവും. വ്രതനിഷ്ഠയോടെ 18 പടികൾ കയറി അയ്യപ്പസന്നിധിയിലെത്തുന്ന ഓരോ ഭക്തനും പട്ടബന്ധം പൂണ്ട് ചിന്മുദ്രാങ്കിതനായി മഹായോഗാസനത്തിൽ വാണരുളുന്ന ഭഗവാന്റെ മനോഹര രൂപം ദർശിച്ച് ആനന്ദ നിർവൃതിയിൽ സായുജ്യമടയുന്നു. ശബരിമല ദർശനം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിച്ചറിഞ്ഞിരിക്കേണ്ട ഒരു അനുഭൂതി തന്നെയാണ്.